ആ മുത്തേ മോളെ, മോൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? മാമൻ എവിടെയെല്ലാം നോക്കി. ആണോ? ആ മോൾ ഈ ജ്യൂസ് കുടിക്ക. അല്ല, ഈ ജ്യൂസ് കുടിച്ചേ. ആ മാമാ, നീ മണിക്കുട്ടിക്ക് ഒരെണ്ണം കൊടുത്തേക്ക്. വേണ്ടെന്നേ, എനിക്ക് വേണമെന്നില്ല. ആ കുടിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ കൊതി വിട്ട് മുത്തിന്റെ വയറ് ചീത്തയാക്കും നീ. എനിക്ക് കൊതിയൊന്നുമില്ല. വാങ്ങിച്ച മണിക്കുട്ടി നല്ലതാ. ആ എന്നാ ഇനി ഒരു ഗ്ലാസ് കൂടെ വേണോ? വേണ്ട, മതി. ഗുഡ് ഈവനിങ് എവ്രിബഡി. ഓണം വിത്ത് ലക്ഷ്മി ഗോപാലസ്വാമി എന്ന നമ്മുടെ പ്രോഗ്രാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റൗണ്ട് മത്സരങ്ങളിൽ വിജയികളാവുന്നവരെയാണ് പെർഫോമർ ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. ആദ്യമായി വേദിയിലേക്ക് എത്തുന്നത് മണിക്കുട്ടിയാണ് പെർഫോമൻസുമായിട്ട്. എനിക്കൊരു കുഴപ്പമില്ല. മദ്യം എന്ന വിഷം എങ്ങനെയൊക്കെ നമ്മളെ മോശക്കാരാക്കുമെന്ന് കാണിക്കാനായിരുന്നു ഈ പെർഫോമൻസ്. താങ്ക് യു. Very good, Manikutti. That's the great message. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇന്നത്തെ നമ്മുടെ മത്സരങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഫൈനൽ റിസൾട്ടിന്റെ സമയമാണ്. The performer of the day award goes to Manikutti Kannan. Congrats. Thank you. The second prize goes to Muthu Krishna. Congratulations. Thank you. എക്സ്ക്യൂസ് മീ മാം, വിളിച്ചു മാനേജർ പറഞ്ഞു. യെസ്, കൃഷ്ണയുടെയും മകളുടെയും പെർഫോമൻസ് നന്നായിരുന്നു. അത് നേരിട്ട് പറയണമെന്ന് തോന്നി. കുട്ടികൾക്കല്ലേ മാഡം ഇതിലൊക്കെ കൂടുതൽ താല്പര്യം. അവർ നിർബന്ധിക്കുമ്പോൾ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. കുട്ടികൾ അല്ലേ? കൃഷ്ണയ്ക്ക് എത്ര മക്കളാ? എനിക്കൊരാള്. ആരാ മകൾ?
സത്യം പറയാലോ, ഞാൻ വിചാരിച്ചത് മണിക്കുട്ടിയാണ് കൃഷ്ണയുടെ മകളെന്ന്. നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, യഥാർത്ഥ അച്ഛനും മോളും പോലെ. മുത്തിന് അവളോട് അത്ര താല്പര്യമില്ല, എന്നിട്ടും നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഒരച്ഛന് മാത്രമേ ഇത്രയും ദൃഢമായ ഒരു സ്നേഹം കാണിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞതിന് വേറെ അർത്ഥമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ആരുമല്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ കരുണ കാണിച്ചില്ലേ? കൺഗ്രാറ്റ്സ്. ഇല്ല മാഡം, ഈ അഭിനന്ദനം ഞാൻ സ്വീകരിച്ചാൽ പിന്നെ എനിക്കെന്റെ മനസാക്ഷിക്ക് മുന്നിൽ നിവർന്നു നിൽക്കാനാവില്ല. വാട്ട് യു മീൻ? മണിക്കുട്ടി എന്റെ മകളാണ്.